ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുകയാണ്. ഇന്ന് സമാധാനമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വേറെ ജോലികളൊന്നും ഇല്ലാതെ കുറേ സമയം എനിക്ക് വേണ്ടി മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഇപ്പം ചെറിയ മഞ്ഞും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം വെയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല, അവരിനി എഴുന്നേറ്റ് വരുവുള്ളൂ. ഇപ്പോൾ ഒരു 6:15 ആയിട്ടുണ്ട് സമയം. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജനലൊക്കെ തുറന്നിട്ട് ഇനി പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നത് തന്നെയാണ്, എല്ലാ വീഡിയോയിലും ഇത് കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ. രാവിലെ പിന്നെ ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് പാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ കിടന്ന് തപ്പേണ്ടി വരും. രാവിലെ തന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കലത്തിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അരി ഇട്ടിട്ട് അതിൽ തന്നെ കഴുകി അതിൽ തന്നെ വെള്ളം അങ്ങ് വെച്ച് തിളപ്പിച്ച് എടുത്തിട്ട് നമ്മൾ ജാക്സൻ്റെ തെർമൽ കുക്കറാണുള്ളത്, അപ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചാൽ മതി. പിന്നെ മുമ്പൊക്കെ ഞാൻ പുറത്ത് അടുപ്പ് കത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം വിറവിൻ്റെ ക്ഷാമം കൊണ്ട് ഞാനിപ്പം പുറത്ത് അടുപ്പ് കത്തിക്കാറില്ല. ഇപ്പോൾ എല്ലാം ഗ്യാസിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഗ്യാസ് കണക്ഷൻ ഇവിടെ അല്ലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഗ്യാസ് എടുക്കാൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ആക്കിയത് കൊണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ഗ്യാസ് കിട്ടുമല്ലോ, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ എല്ലാം ഗ്യാസിൽ തന്നെയാണ് ഞാൻ വയ്ക്കുന്നത്. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ കട്ടനൊക്കെ ഇട്ട് കുടിച്ചു. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ദോശയും മല്ലിക്കറിയാണ്. മല്ലിച്ചമ്മന്തി ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മല്ലിച്ചമ്മന്തി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പരിപ്പ് വറുത്തിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ മല്ലിച്ചമ്മന്തി. ഇത് ചായക്കടകളിലൊക്കെ മുമ്പ് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ചായക്കടയിലൊന്നും കാണാനില്ല, പക്ഷേ നമ്മൾ ഗ്രാമപ്രദേശത്ത് അങ്ങോട്ടൊക്കെ കിട്ടും ഈ ചമ്മന്തി. മുമ്പ് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് മസാലയിട്ടാണ് ചെയ്തത്. ഇന്ന് ഞാൻ മസാലയിട്ടല്ല ചെയ്തത്. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും പിന്നെ കുറച്ച് കായം കൂടി ഇട്ടാണ് ഈ മല്ലിക്കറി ഞാൻ ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ മസാലയിട്ടാണ് ചെയ്തത് കേട്ടോ. ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ ഇലക്ഷനായിരുന്നു, അപ്പോൾ ഞാൻ വോട്ടിടാൻ പോയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാല് വന്നു, പാലിന് ഒഴിച്ച് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിനെ മാറ്റിയിട്ട് ചായയും കൂടെ ആക്കി വയ്ക്കണം. ഇപ്പം ഞാൻ വറുത്തെടുത്ത ആ പരിപ്പിനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുത്തിട്ട് കറിയാക്കി എടുത്താൽ മതി. ഇനി പാൽ ഞാൻ 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് വയ്ക്കുന്നതാണ് ചായക്കും പിന്നെ മോനും വേണ്ടിയിട്ട്. അങ്ങനെ ചായക്കുള്ള പാത്രമൊക്കെ അടുപ്പ് വെച്ച് അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ചേട്ടൻ വന്നപ്പോഴത്തേക്കും മുരിങ്ങയില വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇന്ന് അത് പൊഴിയാറായിരിക്കുകയാണ്. കുറേ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വരുന്നുണ്ട്. അതിൽ തന്നെ കുറേ പഴുത്ത ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നിട്ട് എടുത്ത് മാറ്റുകയാണ്. കുറേ പഴുത്ത ഇല ഉണ്ടായിരുന്നു കേട്ടോ. പഴുത്ത ഇല ഇട്ടാൽ എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പഴുത്ത ഇല കുറേയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എങ്കിലും വീണ്ടും അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. എത്രയെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ മാറ്റിയിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നതിന് അങ്ങനെ തന്നെ വെച്ചിരുന്നു. ചിലരിത് അരിഞ്ഞ് തോരൻ വയ്ക്കാറുണ്ട്, ഞാൻ ഇവിടെ അരിയാറില്ല. അല്ലാതെ തന്നെയാണ് മുഴുവൻ ഇലയിട്ടാണ് വയ്ക്കുന്നത്. ഇനി മല്ലിച്ചമ്മന്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഉള്ളി മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ പരിപ്പില്ലേ, അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് നല്ലവണ്ണം കുറുകി വരും. ഇവിടെ ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ പുറത്ത് കൊടുത്താണ് തേക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇവിടെ തേക്കാൻ പോകാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് തുണികൾ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തതാണ്. തുണിയൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ചേട്ടൻ പോയിട്ടുണ്ട്. അതിനുശേഷം കിച്ചണിലേക്ക് വന്ന് കറിയിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് കായവും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടക്കായമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ദോശ ചുടാൻ വേണ്ടിയിട്ട് ദോശക്കല്ലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചേട്ടൻ പോകുന്നതിന് മുമ്പ് വന്ന് ആ മുരിങ്ങയിലേക്ക് ഇങ്ങനെ പൊഴിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു എളുപ്പമായി. പിന്നെ ഇവിടെ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. ദോശയും കൂടെ ചുട്ടാൽ മതി. ഇനി മല്ലിച്ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ഇപ്പം വാങ്ങിച്ച അരി ഇത്തിരി വേവ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം വെച്ച് അത് തിളപ്പിച്ചത്. എന്നാലും ഇത് ഉച്ചയാകുമ്പോഴത്തേക്കും വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കണം. നല്ല വേവുള്ള അരിയാണ്. ഇതിപ്പോൾ മല്ലിച്ചമ്മന്തി ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം കുറുകി വന്നിട്ട് ഇനി മുരിങ്ങയില തോരനാക്കാൻ വേണ്ടിയിട്ട് അവിടെ പാത്രം അടുപ്പത്ത് വെച്ചേക്കാണ്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് വറ്റുന്ന സമയം കൊണ്ട് അപ്പുറത്ത് ദോശയും കൂടെ ഇളക്കി ഇടുകയാണ് ഞാൻ. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുവും പൊട്ടിച്ച് കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മൂത്ത് വന്നതിന് ശേഷം ഞാൻ അവിടെ കഴുകി വെച്ചിരുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ 1-2 പഴുത്തയിലൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അതവിടെ നിന്ന് വെന്തോളും. പിന്നെ ഇതിനിടയ്ക്ക് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവരെ കാര്യം അവർ നോക്കുകയാണ്.
ഞങ്ങളുടെ ഇവിടെ പുളിഞ്ചി മരത്തിൽ ഒരുപാട് പുളിഞ്ചിക്ക കഴിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ അതിന്ന് കുറച്ച് ഞാൻ അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചല്ല, കുറേ അധികം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മൂന്നാലെണ്ണം ഞാൻ എടുത്ത് ചോറിന് ഒഴിച്ച് കറിയായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് ഒന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിരുന്ന മുരിങ്ങയില നല്ലവണ്ണം വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആ അരപ്പൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അങ്ങനെ അരപ്പൊക്കെ ചൂടായിട്ടുണ്ട്, നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ മക്കൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഫുഡൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദേവുട്ടി ഇവിടെ സോക്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തലമുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തു. ഇനി പൊട്ടും കൂടെ ഇട്ട് ഒന്ന് കരിയും കൂടെ എഴുതി കൊടുത്താൽ മതി. മക്കൾ രണ്ടുപേരും അവരുടെ കാര്യങ്ങൾ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് ചെയ്തോളും. ബുക്ക് എടുത്ത് വയ്ക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്നതും ഒക്കെ ചെയ്തോളും. പിന്നെ ദേവുട്ടി കുഞ്ഞായതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ എനിക്ക് ശ്രദ്ധിക്കേണ്ടി വരും. എങ്കിലും ബുക്കൊക്കെ തനിയെ എടുത്ത് വെച്ചോളും. ഏതൊക്കെ വിഷയമാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി, മോള് അത് നോക്കി എടുത്ത് വെച്ചോളും. ടി വിയിൽ രണ്ടുപേരും ഷിൻചാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഷിൻചാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദിവസം കൊണ്ട് ഇത്തിരി ഇഷ്ടം അധികമായിട്ടുണ്ട്. അങ്ങനെ ദേവുട്ടി അടുത്ത സോക്സ് ഇടാൻ വേണ്ടി പോയപ്പോഴാണ് രണ്ടും രണ്ട് സോക്സ് ആണല്ലോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. രണ്ടും വേറെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അത് മാറി ഇട്ടതാണ്. ഞാൻ ഈ സോക്സൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ അതങ്ങ് എടുത്തിട്ടോളൂ. മക്കൾക്ക് എടുക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് വെച്ചിരുന്നാൽ അവർ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. പിന്നെ മോളുടെ ആ സോക്സ് ഞാൻ മാറ്റിയതിന് ശേഷം ഞാൻ എടുത്ത സോക്സ് രണ്ടും ഒരേപോലത്തത് എടുത്തിട്ട് കൊടുക്കുകയാണ്. ബാക്കിയെടുത്ത സോക്സിനെയൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ അങ്ങ് മടക്കി അതുപോലെ അങ്ങ് വയ്ക്കുകയാണ്. അപ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും. ഇന്ന് എനിക്ക് കുറച്ച് സമയം കൂടുതൽ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട്. മക്കളെ കൂടെയൊക്കെ ഇരിക്കാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ട്. ഇനി അവർക്ക് പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഉള്ള വെള്ളം എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ സമാധാനത്തിലാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ധൃതി പിടിച്ച് ചെയ്യുമ്പോഴാണ് ഒന്നും ഒരിടം എത്താത്ത രീതിയിലാവുന്നത്. അതുപോലെ എല്ലാം വലിച്ചു വാരി ഇടുന്നതും ഒക്കെ. ഇപ്പം മക്കൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും ഇറങ്ങി നിൽക്കുകയാണ്. ചേട്ടനാണ് മക്കളെ രണ്ടുപേരെയും സ്കൂളിൽ കൊണ്ടാക്കുന്നത്. മോന് ഈ സ്കൂൾ ബസ്സിൽ പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ ചേട്ടൻ തന്നെ കൊണ്ടാക്കുന്നത്. അങ്ങനെ എൻ്റെ മക്കളും ചേട്ടനും ഒക്കെ പോയിട്ടുണ്ട്. ഇനി വീടിൻ്റെ അകത്ത് ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തലേ ദിവസം ചെയ്തു വയ്ക്കുന്ന ആ ഒരു ശീലമില്ല കേട്ടോ. എല്ലാം രാവിലെ എഴുന്നേറ്റ് ആ ഒരു സമയത്ത് ചെയ്യുന്ന ആ ഒരു രീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സമയം ഞാൻ വേസ്റ്റായി കളയും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തലേ ദിവസം എല്ലാം അരിഞ്ഞ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ രാവിലെ കഴിക്കുമ്പോൾ വിചാരിക്കുക അരിഞ്ഞ് വെച്ചേക്കുകയാണല്ലോ, അപ്പോൾ ഇനി പതുക്കെ എല്ലാം ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാം പിന്നെ സാവധാനത്തിൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും സമയം പോകുന്നത് അറിയേയില്ല. പിന്നെ ഞാൻ ആ ഒരു പരീക്ഷണം അവിടെ വെച്ചങ്ങ് നിർത്തി. എന്തായാലും മോൻ അടുത്ത വർഷം പോലെ ചോറ് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും നേരത്തെ കുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് ആ ഒരു രീതി ഞാൻ ഒന്ന് സെറ്റാക്കി എടുക്കണം. എനിക്കിപ്പോൾ ആദ്യമേ ഒരു ശീലമുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോരോ സാഹചര്യങ്ങൾ മാറി വരുന്നതോറും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങൾ ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറക്കി വയ്ക്കുകയാണ്. അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ എനിക്ക് കഴുകാനുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ചതും മക്കളൊക്കെ കഴിച്ചിട്ട് പോയ പാത്രങ്ങളുണ്ടല്ലോ, അതും കൂടെ ഇനി കഴുകി വെക്കണം. പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചിട്ടാൽ മതി. ഇപ്പോഴത്തെ കിച്ചണിലെ ജോലികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. കഴുകി വെച്ച പാത്രങ്ങൾ ഞാൻ ഇനി തുറന്നതിന് ശേഷം മാത്രമേ എടുത്ത് വയ്ക്കാറുള്ളൂ. അതിനുശേഷം ഇവിടെ ഞങ്ങളുടെ സിറ്റ് ഔട്ടും ഹാളും ഒക്കെ ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ കൂടെ ഒന്ന് തൂത്തെടുക്കണം. അപ്പോൾ ഇവിടെ തൂത്തും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തൂക്കലും തുടക്കലും ഒക്കെ എളുപ്പമുള്ള കാര്യമാണ്. ഈ സാധനങ്ങൾ പറക്കി ഒതുക്കലാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അങ്ങനെ എല്ലായിടവും ഒന്ന് നല്ലോണം അടിച്ചു വാരിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10:30 ആയിട്ടുണ്ട്. 10:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ജോലികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സമയമെല്ലാം ഞാൻ ഫ്രീ ആയിരുന്നു കേട്ടോ. ഫ്രീ ആയിരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഷോർട്സിന് വേണ്ടി ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസിലായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത്രയും സമയം വരെ ഒരുപാട് നേരം എടുത്തിട്ടാണ് ഞാൻ ഒരു ഡാൻസ് ഒന്ന് കളിച്ചിട്ടത്.
അപ്പോൾ നമ്മുടെ ഈ ജോലികളുടെ ഇടയിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് സന്തോഷം തരാറുള്ളത്. ഇപ്പോൾ കുറച്ചൊക്കെ തുണികളൊക്കെ എനിക്ക് കഴുകാനുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ, വൈകുന്നേരമാണ്. പിന്നെ ഞാൻ നേരത്തെ കഴുകിയിടാത്തത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഇവിടെ കുറേ തുണികൾ ഞാൻ ഇവിടെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ താഴെ വിരിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അധികം അങ്ങനെ വെയിലടിക്കാറില്ല. അതുകൊണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു പിന്നീട് ഇത് കഴുകിയിടാമെന്ന്. അതാണ് വൈകുന്നേരം കഴുകിയിട്ടത്. പിന്നെ മോള് വന്നോടനെ ഇതാ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. യൂണിഫോം പോലും മാറ്റാതെയാണ് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. വേറൊന്നുമല്ല കാര്യം, ദേവുട്ടിക്കൊരു ഫ്രണ്ടുണ്ട്, ഹഷിനി എന്ന് പറഞ്ഞിട്ട് ഒരു മോള്. അപ്പോൾ അവൾ എല്ലാ ദിവസവും വീട്ടിൽ പോയ ഉടനെ ഹോംവർക്കൊക്കെ എഴുതിയതിന് ശേഷം ആണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവൾ കളിക്കാൻ പോകും എന്നാണ് അവൾ മോളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഹഷിനിയെ പോലെ ആയാൽ മതി എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വന്ന ഉടനെ വന്നിരുന്ന് ഹോംവർക്ക് എഴുതുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് ഹോംവർക്ക് എഴുതില്ല. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് മോള് ഹോംവർക്ക് എഴുതാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്നത്. അതുവരെ ഒന്ന് ടി വി ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പടം വരയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ടി വി അങ്ങനെ അധികം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല. കൂടുതൽ പടം വരയ്ക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പം എന്തായാലും ഹഷിനിയെ പോലൊരു ഫ്രണ്ടിനെ മോൾക്ക് കിട്ടിയത് നന്നായി. അല്ലെങ്കിലും ദേവുട്ടി ഹോംവർക്കൊക്കെ എഴുതാൻ പറയുമ്പോഴത്തേക്കും തനിയിരുന്ന് എഴുതിക്കോളും. കേശു ഈ സമയം ട്യൂഷന് പോയിട്ടുണ്ട്. മോന് വരുമ്പോഴത്തേക്ക് 7 മണിയാവും. 7 മണിയാകുമ്പം വിളിക്കാൻ പോകണം. 5 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ മോനെ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.